സ്വതന്ത്ര സ്ത്രീകളെ ഉപദ്രവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അത് മുസ്ലിങ്ങളായ സ്വതന്ത്ര സ്ത്രീകൾക്കാണ് ചാരിത്രം വേണ്ടത്. അടിമ സ്ത്രീകൾക്ക് ചാരിത്രമൊന്നും ആവശ്യമില്ല. നാട്ടുകാർക്കൊക്കെ ഓലന്മാർക്കൊക്കെ വേണ്ട മാതിരി കൈകാര്യം ചെയ്യാം എന്നാണ് ഇതിന്നൊക്കെ വരുന്നത്. ഏതെന്നൊക്കെ വരുന്നത്? ഏതെന്നാണ് അത് വരുന്നത്? മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് ഇയാൾ നുണ പറയുന്നതാണ്? അതായിരുന്നു അന്നത്തെ സിസ്റ്റം. ആ സിസ്റ്റത്തിനനുസരിച്ച് അള്ളാഹു ഈ ഫ്രീ വിമൻ, അതായത് സ്വതന്ത്രരായ സ്ത്രീകളെ, വിശ്വാസികളായ സ്വതന്ത്ര സ്ത്രീകളെ ആരും ഉപദ്രവിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്നും അങ്ങനെയുള്ള സ്ത്രീകൾ പോയി പരാതി പറഞ്ഞപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കി കൊടുത്തത് എന്നാണ് പോയി പറഞ്ഞത്. അപ്പോൾ സ്വതന്ത്ര സ്ത്രീകൾ അവർക്ക് ചാരിത്രശുദ്ധിയാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ അതൊന്നും ആഗ്രഹിക്കാത്ത അടിമ സ്ത്രീകളെ എത്ര വേണമെങ്കിലും ഉപദ്രവിച്ചോളൂ, കുഴപ്പമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. സ്ത്രീകൾ പുറത്തേക്ക് ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് പോകുന്ന സമയത്ത് രാത്രി കുറച്ച് വസ്ത്രം കുറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ കുറച്ച് പൂവാലമാർ വരും, ശല്യം ചെയ്യും. ആ ശല്യം ചെയ്യുന്നതിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു? ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ 58-ാമത്തെ ആയത്ത് അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തിനെ പറ്റിയാണ് പറയുന്നത്. തഫ്സീറിൽ ഒരു ഹദീസ് ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ശല്യം ചെയ്യുന്നതിനെതിരെ ഒരു ആയത്തിറക്കി. അപ്പോൾ മൂപ്പര് ഇവിടെ ഒന്നും കാണാൻ പറ്റാത്ത സാധനം കൈന്നിടാണ്. അതൊക്കെ അടിമസ്ത്രീയാണ് പ്രശ്നം കേട്ടോ. അതേ ഹദീസ് പറയുന്നുണ്ടോ? ഇല്ല. ഈ റിപ്പോർട്ടിലുണ്ടോ? ഇല്ല. ഈ ആയത്തിലുണ്ടോ? ഇല്ല. വരികൾക്കിടയിലുള്ള വായനയിൽ മൂപ്പർക്ക് അത് കിട്ടി എന്നുള്ളതാണ്. മൂപ്പര് ഈ ശരിക്കുള്ള വരിയിലുള്ളതും വരികൾക്കിടയിലുള്ളതും പറയുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ബീപ് ശബ്ദം അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് ബീപ് 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 എന്നാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മൂപ്പരോട്ട് വായിക്കും, എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ മൂപ്പര് സാധനം പുനിഷ്ടായിട്ട് ഇയാളെ പറയാം ഖുർആന്റെ ഹദീസിന്റെ ഒക്കെ ഘടനകൾ എടുത്തു നോക്കി നമുക്ക് മൊത്തത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന് അടിമസ്ത്രീകൾ നമുക്ക് മൊത്തമായിട്ട് നോക്കിക്കളാം. അതെ. അപ്പോൾ ഇയാൾ പറഞ്ഞത് വെച്ചാൽ അടിമസ്ത്രീകളെ വ്യഭിചരിച്ചോളൂ, അല്ലെങ്കിൽ അതിൽ കുഴപ്പമില്ല എന്ന അനുവാദം കൊടുക്കുന്നു എന്നൊക്കെയാണ്. ഖുർആനിലെ 24-ാം അധ്യായം 33-ാമത്തെ വചനം. എന്താണ് ഇത്? ഈ വിഷയത്തിൽ മാത്രമായിക്കൊണ്ട് തന്നെ കൃത്യമായിക്കൊണ്ട് എന്താണ് ഖുർആനിന്റെ അധ്യാപനം നമുക്ക് വല തുക്രിഹു ഫതയാതിക്കും അലൽ ബിആ, അതായത് നിങ്ങളുടെ അടിമകളായ യുവതികളെ കുറിച്ച് നേരിട്ട് പറയണം. മറ്റടുത്ത് അനുവാദം കൊടുത്തു എന്ന് ഒരു നിലക്കും ഇല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഡയറക്ട്ലി അവിടെ അടിമസ്ത്രീകളെ മെൻഷൻ പോലും ചെയ്യുന്നില്ല. അവിടെ വെറും സത്യവിശ്വാസങ്ങളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അതിൽ അടിമസ്ത്രീകൾ ഉൾപ്പെടുന്നുള്ളതാണ് ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഡയറക്ട്ലി അടിമസ്ത്രീകളെ നേരിട്ട് ഖുർആൻ പറഞ്ഞുകൊണ്ട് പറയാൻ അവിടെ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഇയാളുടെ വരികൾക്കിടയിലൂടെ ഒന്നും പോകണ്ട, ഞങ്ങളുടെ വരികൾക്കിടയിലുള്ള വായനയും വേണ്ട, നേരിട്ടുള്ള വരി നോക്കിയാൽ മതി. വരികൾക്കിടയിലൂടെ മുങ്ങാൻ നിൽക്കണ്ട. ഇനി നോക്കിക്കോ. നിങ്ങളുടെ അടിമകളായ യുവതികളെ അവർ ചാരിത്രശുദ്ധിയെ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഐഹിക ജീവിത വിഭവം ലഭിക്കുന്നതിനായി തോന്നിയ വാസവൃത്തിക്ക് നിർബന്ധിക്കരുത്. അതായത് ഇത്തരത്തിലുള്ള വ്യഭിചാരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? ആ അടിമ സ്ത്രീകളെ നിർബന്ധിക്കാൻ പാടില്ല. ആരെങ്കിലും അതിന് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതായാൽ, അതായത് ഏതെങ്കിലും ഉടമസ്ഥരായ ആളുകൾ അടിമ സ്ത്രീകളെ വ്യഭിചരിപ്പിച്ചാൽ, അല്ലെങ്കിൽ വ്യഭിചാരത്തിന് നിർബന്ധിച്ചാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോസ്റ്റിറ്റ്യൂഷന് നിർബന്ധിപ്പിച്ചാൽ, അവരെ നിർബന്ധിച്ചതിന് ശേഷം അള്ളാഹു നിശ്ചയമായും ആ നിർബന്ധിക്കപ്പെട്ട സ്ത്രീകൾക്ക് പുറത്തു കൊടുക്കുന്നവരും കരുണ ചെയ്യുന്നവരുമാണ്. അഥവാ ആരെങ്കിലും അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല, അങ്ങനെ വ്യഭിചരിക്കാൻ പിന്നെ പറഞ്ഞയക്കപ്പെടേണ്ടവരല്ല. ഇനി ഏതെങ്കിലും ഉടമസ്ഥരായ ആളുകൾ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ എന്ത് ചെയ്യില്ല? അടിമ സ്ത്രീകളായ ആളുകൾ അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല. ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് വ്യഭിചാരം എന്നുള്ളത് നിങ്ങൾ അത് ചെയ്യരുത് എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. വലാ തഖറബു സിന, നിങ്ങൾ അതിലേക്ക് അടുക്കാൻ പാടില്ല.